ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ജൂൺ 19 വായനാ ദിനമാണ് അല്ലെ. ഈ വായനാ ദിനം ആരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ്? PN പണിക്കരുടെ ചരമദിനാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ക്വിസ് ഉണ്ട്. അപ്പൊ ക്വിസ് മത്സരത്തിന് എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അപ്പൊ എന്നാ ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം മാത്രം എഴുതുക. ഒന്നെന്ന് എഴുതിയിട്ട് അതിന്റെ ഉത്തരം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഒരു പുസ്തകത്തിന്റെ പേരാണ്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ അവധിക്കാലം നായുന്നു. അക്ഷരമധുരം മഴ വരവായി. അക്ഷരമധുരം മഴകായി ഉത്സവമേളം വരവായി. ശ്രുതി വിടർന്ന PN പണിക്കർ ജനിച്ചത് എവിടെ? പ്രകൃതി പകർന്നൊരു വിദ്യകൾ വിത്തുകളായ കേരളമണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായ കേരളമണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും. നീലം പേരൂർന്ന് എഴുതിയൊരു മാത്രം നിൽക്കുക. ആരൊക്കെയാണ് എഴുതിയൊരു? കൈ വെക്കട്ടോ. നീലം പേരൂർ കേട്ടോ. അപ്പൊ ഇനി അടുത്ത ചോദ്യമാണ് കേട്ടോ. രാത്രിമഴ എന്നുള്ള കവിത രചിച്ചത് ആരാണ്? രാത്രിമഴ എന്നുള്ള കവിത രചിച്ചത് ആരാണ്? സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ശാരിക പാടിയ കവിതകളിൽ. നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം.